ഓക്കെ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ? ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ, ആ ഇസ്കോൺ എന്ന സംഘടനയുടെ അമ്പലമല്ല, ഒരു ആരാധനാലയമല്ല, എന്തതിന് പറയാ, ആശ്രമം എന്നൊക്കെ പറയാം. ഇതിനെ അവിടെയുള്ള ബംഗാളിലുള്ള തീവ്ര മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ തകർത്തു എന്നുള്ളതാണ്. ഭീകരവാദികളാണ് അത് തകർത്തിട്ടുള്ളത്. തകർത്ത് തരിപ്പണമാക്കി. അത് മാത്രമല്ല, വളരെ ഭീകരമായിട്ടുള്ള മറ്റൊരു ദൃശ്യം കൂടി ഉണ്ട്, ഞാനത് കാണിക്കുന്നില്ല. ഒരു തൊഴുത്തിൽ കെട്ടിയ പശുവിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് അതിദാരുണമായി അടിച്ചടിച്ചടിച്ച്, ആ ഒരു വിഷ്വൽ കണ്ട സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. ഒരു പാവം പശുവിനെയാണ് അടിച്ചു കൊന്നത്. ഹരേ കൃഷ്ണ എന്ന ആ ഒരു സംഘടന, അല്ലെങ്കിൽ ഇസ്കോൺ എന്ന സംഘടനയോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഭരണകൂടമാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് എടുത്തു കളഞ്ഞോളൂ, യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ചാൽ ആ രാജ്യത്തിന് അത് സുരക്ഷിതം ഒരുക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതില്ലാണ്ട് ആക്കുക തന്നെയാണ് വേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തും അത്തരം ഒരുപാട് സംഘടനകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഇതിലെ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്ന് വെച്ചാൽ ഇടപെടലുകളൊക്കെ ആർക്കും നടത്താൻ കഴിയും. പക്ഷെ എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനത തമ്മിൽ അടിക്കുകയും ഇന്നലെയൊക്കെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ തല്ലുകയും അവസാനം എന്തുണ്ടാവും? ഒരു വലിയ രക്തപ്പുഴ തന്നെ അവിടെ ഒഴുകുക, രാജ്യം ഇല്ലായ്മയിലേക്ക് പോകുന്നുള്ളതാണ്. ഇന്ത്യയിലും ഒട്ടനവധി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്രമം അഴിച്ചു വിടുന്നുണ്ട്. കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതിനൊരു ചെറിയ ശമനം വന്നു. പകരം അവർ പുതിയ ഒരു സ്ട്രാറ്റജി ഏറ്റെടുത്തു. പള്ളികളുടെ അടിയിൽ അമ്പലമാണെന്ന് പറഞ്ഞ് തകർക്കുക, അങ്ങനെ ഇവരെ അടിച്ച് താഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു തരത്തിലും ഇവിടെയുള്ള ആരും സംസാരിക്കുന്നില്ല. ഇപ്പൊ ബംഗാളിൽ നടക്കുന്നത്, ബംഗാളിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷൈനി മധുസൂദനനാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ഒരുപക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മധുസൂദനനൊന്നും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ബംഗ്ലാദേശിൽ ഹിന്ദുവിന്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോശാലയും അതിനോടൊപ്പമുള്ള എല്ലാം തകർത്തു തരിപ്പണമാക്കുന്നു. മതേതര ഇന്റലക്ച്വൽ ഹിന്ദുക്കളെ കേരളത്തിലും ഇതേപോലെ ഉണ്ടാകും വരെ മിണ്ടാതിരുന്നാൽ ഒന്നും കരയാൻ പോലും പിന്നെ സമയം കിട്ടില്ല. മതേതരം വെറും മുഖംമൂടി മാത്രമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക, കണ്ണേ മടങ്ങുക. എന്റെ പൊന്നു ചേച്ചിയെ, ഇന്ത്യയെയും കേരളത്തിനെയും നിങ്ങൾ ബംഗ്ലാദേശുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനോഭാവം എത്ര എത്ര മണ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അത്രക്ക് ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും നിങ്ങൾ ഉപമിച്ചപ്പോഴോ എന്താണ് അവരുടെ, ആ ജനതയുടെയും നമ്മുടെ ഇന്ത്യ ജനതയുടെയും മനോഭാവം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ബുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും ചിന്തിക്കില്ല. ഈ പറയുന്ന ബംഗ്ലാദേശികൾ ഏത് രാജ്യത്ത് പോയാലും അക്രമങ്ങൾ മാത്രമാണ് ചെയ്യാറ്. ഇന്ത്യയിൽ വന്ന എത്ര ആളുകൾ, എന്തിനു പറയുന്നത്, എന്റെ വീടിന്റെ പിറകുവശത്തുള്ള ശ്രീവത്സം ആശുപത്രിയുടെ പണി നടക്കുന്ന സമയത്ത് ഒരു ഹിന്ദു സഹോദരനെ കഴുത്തറത്ത് കൊന്ന ഒരു ബംഗ്ലാദേശി ഉണ്ട്. ഓക്കെ, അവിടെ നിന്നും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് കൊൽക്കത്തയിലെത്തി ഇന്ത്യയിലെ ആധാർ കാർഡ് സ്വീകരിച്ച് നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി ഈ രാജ്യത്തുള്ള ആളുകളെ തീവ്രമായി കൊന്നൊടുക്കുന്ന ഈ ബംഗ്ലാദേശികളെ പണ്ടേ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് പറയാറാണ് സാധാരണ ചെയ്യാറ്. മദിരാശി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ബംഗാളികളാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ അവരെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അവർ ഏത് രാജ്യത്ത് പോയാലും അവർ ആധിപത്യം ചെയ്യാൻ ശ്രമിക്കുകയും തല്ലും വക്കാണമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ബംഗ്ലാദേശികളെ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള ആളുകൾ, ഇന്ത്യയിലെ മുഴുവൻ പറയാൻ പറ്റില്ല, കൊൽക്കത്തയിലേക്ക് ഒരു നുഴഞ്ഞു കയറിയതുകൊണ്ട് ഇന്ത്യയിൽ അവരുണ്ട്. കേരളത്തിലെ ആളുകളെ കൂട്ടി വെക്കരുത് ദയവ് ചെയ്ത്. അവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അവിടെയുള്ള ആളുകളെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കാനും നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്ന് ചേച്ചി ഓർക്കുക. അവരിട്ട ആ പോസ്റ്റിനടിയിൽ വന്ന കമന്റാണ്, അഡ്വക്കേറ്റ് ശ്രീകുമാർ ഇട്ട ഒരു കമന്റാണ്: കേരളത്തിൽ ഇതുപോലെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര കണ്ടാലും പഠിക്കാത്ത ജന്തുക്കൾ കൊണ്ട് പഠിക്കണം, എന്നിട്ട് നരകതുല്യമായി ചാക്കിലും തോക്കിലും ജീവിക്കട്ടെ. എന്തായാലും അർത്ഥമാക്കുന്നത് എനിക്കറിയില്ല. കേരളത്തിൽ ഇതുപോലെ വരണമെന്ന് നിന്റെ 150 വട്ടം ജനിച്ച് നിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും സംഭവിക്കില്ല. അത് ആദ്യം മനസ്സിലായി. കേരളത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. നീ യു പിയിലും ബീഹാറിലും
കൊൽക്കത്തയിലും നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ നടന്നെന്ന് വരും. കാരണം ബുദ്ധിശൂന്യരായ കുറെ എണ്ണം ഉണ്ട് അവിടെ. കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല എന്റെ പൊന്നു മോനെ. കേരളത്തിൽ മതേതരത്വം എന്നുള്ളത് വെറും ഒരു രാഷ്ട്രീയ പൊറോട്ട് നാടകമല്ല. നിങ്ങളെ രാഷ്ട്രീയം കളിക്കുന്നതിന് മുന്നേയും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും തോളി കൈയിട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഇവിടെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഉമേഷ് ചിച്ചിൽ ആയിട്ടാണ് ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഹിന്ദു മനുഷ്യരുടെയും അവസ്ഥ. ഇവിടെ BJP സഹിതം മതേതരം ഉണ്ടാക്കാൻ മത്സരിക്കുന്നു. ഓക്കെ, അവിടെയുള്ള ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും തമ്മിൽ തല്ലിക്കൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത് എന്നാണ് ഒരാളുടെ കമന്റ്. എന്തായിരിക്കും ഈ മതഭ്രാന്തന്മാരുടെ മനസ്സിനുള്ളിൽ? ഈ പഹയന്മാർ ഇനി നാളെ ബംഗ്ലാദേശിൽ മുഴുവൻ മുസ്ലിം സമൂഹമായി എന്ന് വിചാരിക്കുക. എന്നാൽ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുമോ? അപ്പൊ നോക്കും നാലുപാടും ആരാണ് കുറച്ച് സമാധാനത്തിൽ ഇരിക്കുന്നത്, അവന്റെ സ്വൈര്യം കെടുത്താൻ. എന്നാൽ ഇവരുടെ ഇടയിലുള്ള നല്ലത് എന്ന് പറയുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവറ്റകൾക്കെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചുകൂടെ എന്നുള്ളതാണ്. എന്റെ പൊന്നുമോനെ, ഞാൻ വീടിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇവർ ഗൾഫിൽ പോയാലും ബംഗ്ലാദേശികൾ ഇങ്ങനെ തന്നെയാണ്. ബംഗ്ലാദേശികൾക്ക് ഒരു കരുണയില്ലാത്ത തനി മൂട പൊട്ടന്മാരാ. അതായത് അവിടെ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണോ. കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ വേറൊരു കണ്ണിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല. മതത്തിന്റെ പേരിലൊന്നല്ല, അവർക്ക് മതത്തിന്റെ പേരിലുള്ള പ്രശ്നമല്ല, ബുദ്ധിയില്ലായ്മയുടെ പ്രശ്നമാണ്. ഇനി ശശികുമാർ, ഇതേ നാണയത്തിൽ ഇന്ത്യയിൽ പ്രതികരിച്ചാൽ അവിടെ വീണ്ടും ഭരണമാറ്റം ഉറപ്പ്. ഇതേ രീതിയിൽ ഈ മാറ്റം വരുത്താൻ വേണ്ടി ഇവിടെ നിങ്ങൾ എവിടെ തല്ലും, ആരെ തല്ലും, മുസ്ലിങ്ങളെ തല്ലണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താടാ പറയണത്? ഇവിടെ പപ്പുവും പിണിയാളുകളും ഓരിയിടും. ബംഗാൾ, കേരളം തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് മുൻ ബംഗാൾ ഭരണക്കാരായ CPM-കാർ സൃഷ്ടിച്ചു നൽകിയ വ്യാജ ഇന്ത്യൻ പൗരത്വം വേരോടെ കണ്ടെത്തി അവന്മാരെ ബംഗ്ലാദേശിലേക്ക് ഓടിക്കണം. എന്റെ പൊന്നു മോനെ, ആധാർ കാർഡ് ഇറങ്ങിയത് ഇപ്പൊ അധികം കാലമൊന്നും ആയിട്ടില്ല. ആധാർ കാർഡ് ഉണ്ടാക്കിയത് നിങ്ങളുടെ ആരാ? നിന്റെ മാത്രം മോഡി ഭക്തനല്ലേ നീ? ബോഡിയാണ് ഉണ്ടാക്കിയത്. അതാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇത് കയറി വന്ന് അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ഈ വ്യാജരേഖകള്. അത് ആദ്യം തടയാൻ നോക്ക്, എന്നിട്ട് ഡയലോഗ് അടിക്ക്. ആ നിന്ന് തല്ലുകൊണ്ട് ചാവുന്ന പശുവിന്റെ അവസ്ഥയാകും ഹിന്ദുവിന്റെ. ആ 4 പേരെയും കുത്തിമലർത്താനുള്ള ശക്തിയുണ്ട്, പക്ഷെ ആപത്ത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ബുദ്ധിയില്ല. അഹിംസാ സിദ്ധാന്തത്തിന്റെ ഗുണം. ഓക്കെ, അതായത് അവിടെ ഒരു പശുവിനെ തല്ലിക്കൊല്ലുന്ന ഒരു വീഡിയോ ഉണ്ട് പറഞ്ഞാൽ ഇടുന്നില്ല, ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഒരു പാവം പശുവിനെ 4 പേര് നിന്ന് അടിച്ചു കൊന്നു. സഹിക്കൂല, കാണുമ്പോൾ കരച്ചിൽ വരും. ആ ഒരു രീതിയിൽ ആ പശുവിനെ അറിയാം അവിടെ എല്ലാവരും കുത്തിക്കൊല്ലാൻ എന്നുള്ള കഴിവ് അവരുണ്ട് എന്ന്, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നീ ബംഗ്ലാദേശിലെ കാര്യമാണോ പറയുന്നത്, ഇന്ത്യയിലെ കാര്യമാണോ പറയുന്നത് എനിക്കറിയില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി മറുപടി തന്നെ. അഡ്വക്കേറ്റ് ശ്രീകുമാർ, കേരളത്തിൽ ഇതുപോലെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര കണ്ടാലും പഠിക്കുന്ന ജന്തുക്കൾ കൊണ്ടു പഠിക്കണം. കേരളത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണെന്ന് എനിക്ക് പറയാൻ മനസ്സിലാവുന്നില്ല. കേരളത്തിൽ അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലല്ല ഈ പ്രശ്നം നടക്കുന്നത്. UP-യിലാണെങ്കിലും ഗുജറാത്തിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിമാണ്. മുസ്ലിം സമുദായത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് BJP-യുടെ തന്ത്രം എന്നോണമാണ് ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെയും കൂടി നിങ്ങൾ ശബ്ദിക്കുക. ഇപ്പൊ അവരുടെ രാജ്യത്തുള്ള ആഭ്യന്തര കലാപമാണ്. പുറത്തുനിന്ന് കാണുന്ന നമുക്ക് ഇവിടെ നിന്ന് അഭിപ്രായം പറയാം. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ ആഭ്യന്തര കലാപം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ബംഗ്ലാദേശികളെയും ഞങ്ങൾ ഇവിടെ നിന്നും കയറ്റി വിടാൻ പോവുകയാണ്. ഒറ്റ തീരുമാനമെടുത്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ ബംഗാളികളും കേരളം വിട്ടു പോകണം, ഇന്ത്യ വിട്ടു പോകണം എന്നുള്ള ഒരു കാര്യം ഇവിടെയുള്ള നരേന്ദ്രമോദി ഇത്ര ദിവസമായിട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ട് പോലുമില്ല. അത് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ നിന്നുള്ള മുഴുവൻ ബംഗാളികളും ഒറ്റയടിക്ക് കയറിപ്പോകും. ബംഗാളിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇന്ത്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. അവിടേക്ക് നമ്മൾ എന്ത് കയറ്റി വിടുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കുക. അവിടെ നിന്ന് എന്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കുക. ഒരൊറ്റ നാൾ കൊണ്ട് അവര് പാഠം പഠിക്കും. അത്രേ ഉള്ളൂ. ആ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടെ പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ള ബോധം അവിടെയുള്ള മതഭ്രാന്തന്മാരുടെ തലയിലേക്ക് കയറുമ്പോൾ അവര് പഠിച്ചോളൂ. ആ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്, ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നങ്ങളല്ല. ഒരുപക്ഷെ നമ്മൾ മാനവികത ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന മതേതരം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ളത് ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഏത് രാജ്യവും ഭൂരിപക്ഷമാവുമ്പോൾ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമാവുമ്പോൾ അവിടെ ഇത് കാണേണ്ടി വരുമെന്ന് പറയുന്ന കുറെ കീടങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ GCC-യിലോട്ട് പോവുക. GCC-യിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, നിങ്ങൾ അത് തെളിവ് സഹിതം കൊണ്ടുവരിക. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങളെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പം ഇവിടെ ഇരുന്നു കൊണ്ട്. അവിടെ ചെന്ന് അത് അനുഭവിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ.
ഓക്കെ, അപ്പോ ഈ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു സംഘടന മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ രാജ്യത്തിന് താല്പര്യമില്ല എങ്കിൽ അവരത് നിരോധിക്കും. ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുപോലെ, RSS നിരോധിച്ചതുപോലെ, തീവ്ര സംഘടനകളൊക്കെ നിരോധിക്കുന്നത് പോലെ ആ രാജ്യത്തിന്റെ മാത്രം അവകാശവും അധികാരവുമാണത്. അവർക്കത് വേണ്ട എങ്കിൽ വേണ്ട. നമ്മൾ ഇന്ത്യയിലെ ഒരുപാട് ചൈന ആപ്പുകൾ നിരോധിച്ചല്ലോ അല്ലെ. ചില സംസ്ഥാനങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഇന്റർനെറ്റ് ബഹിഷ്കരിക്കും അവര്. അതായത് അവിടെയുള്ള ഇന്റർനെറ്റ് വിച്ഛേദിക്കും. അതുപോലെ ആ രാജ്യത്തിന്റെ മാത്രം ആഗ്രഹവും ആ രാജ്യത്തിന്റെ മാത്രവും താല്പര്യമാണത്. അവരത് നിരോധിക്കുകയാണെങ്കിൽ നിരോധിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാധാരണക്കാർ മരിച്ചു വീഴുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത്. ഓക്കെ, എന്തായാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ബംഗ്ലാദേശിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളോട് എനിക്കും വളരെയധികം വിഷമമുണ്ട്. അവിടെയുള്ള തീവ്ര മനോഭാവമുള്ള ഏത് മതക്കാരനാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ ഇവിടെ ഇരുന്ന് പൂജിക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ എന്റെ മനുഷ്യത്വം എന്ന ആ ഒരു ബോധം അനുവദിക്കുന്നില്ല. അതിനെതിരെ ശക്തമായിട്ട് തന്നെയാണ് ഞാൻ നിലപാടെടുക്കുന്നത്. അവിടെയുള്ള മുസ്ലിങ്ങൾ, അവിടെയുള്ള ഹിന്ദുക്കൾ അടിച്ചമർത്തുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുമ്പോഴും എനിക്ക് അതേ പ്രശ്നം തന്നെയാണുള്ളത്. അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷൈനി മധുസൂദനനൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തി കൊന്നു കൊല പിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാനില്ല. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തിരയണം. കാരണം എന്താ വെച്ചാൽ എനിക്കത് കുറെ സാധനം ഇതിൽ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെയൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.